സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ആളെടുക്കുന്ന മെയിനായിട്ട് പറയുന്നത് 4 ഡിസിഷൻസാണ്. ഈ 4 ഡിസിഷൻസിൽ ഏതെങ്കിലും ഒന്ന് പാളിയാൽ പോലും നമ്മളുടെ ടോട്ടലായിട്ടുള്ള മെൻ്റൽ പീസിനെയും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതാണ് ആ 4 ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാമത്, നമ്മൾ ഒരു 12th ഒക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 10th കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് നമ്മളെ കരിയർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആലോചിക്കും. അപ്പോൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏതാണ് ബെറ്റർ ആയിട്ടുള്ള സ്ട്രീം, അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഏതാണ്. ചില മക്കൾക്ക് ചിലപ്പോൾ അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലത് നമ്മളുടെ ക്ലിനിക്കിലേക്ക് വരും ഈ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. DMIT പോലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏതാണോ അവരുടെ ഒരു കഴിവ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അതിൽ കരിയർ ഫോക്കസ് ചെയ്തിട്ടൊക്കെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ എങ്കിൽ അവരോട് കൂടുതൽ സംസാരിക്കും തോറും ഞാൻ ബേസിക്കായിട്ട് ചോദിക്കാറുള്ള കാര്യം എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഒരു കാര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോഴോ പഠിക്കുമ്പോഴോ കാണുമ്പോഴോ അവർ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിക്കാറ്. അത് ചോദിക്കുന്ന സമയത്ത് അവരാ പറയുന്ന കാര്യമായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ എനർജിയോട് കൂടി ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി അല്ലെങ്കിൽ ഊർജ്ജം കിട്ടുന്നെങ്കിൽ നമ്മൾ ആ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ജോലി ചെയ്യുന്ന പോലത്തെ ഒരു മടുപ്പ് ഉണ്ടാവില്ല, നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആദ്യത്തെ ഡിസിഷൻ, അവർ ഏതാണോ കരിയർ എടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ജോലിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഒരു വർക്ക് റിലേറ്റഡ് ആണെങ്കിലോ, അല്ലെങ്കിൽ അതിലൊരു അവരുടെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അവർ കരിയർ ഓറിയൻറ്റഡ് എന്നുള്ളത് ചിലപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരാൾക്ക് കരിയർ ഡിഫറെൻറ്റും ഒരാൾക്ക് പാഷനായിട്ടുള്ള ബിസിനസ് ഡിഫറെൻ്റൊക്കെ ആയിരിക്കാം. എപ്പോഴും ചിലപ്പോൾ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വരുമാന മാർഗ്ഗം അവർ വിചാരിച്ച പോലെ എപ്പോഴും പോസിബിളായി എന്ന് വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പാഷൻ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പോൾ അത് ഒരു വരുമാന മാർഗ്ഗമായി അതിൽ നിന്നൊക്കെ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ള ഒരു കാര്യം, അവർ പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർക്ക് ഒരു കാര്യം എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിഗ്രി, അവർക്ക് ഏതാണോ ഒരു ബേസിക് താല്പര്യമുള്ളൊരു ഡിഗ്രി അതെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇൻകം ജനറേഷൻ ആയിട്ടുള്ള ഒരു ജോബ് ബേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒപ്പം ആ ഒരു വരുമാന മാർഗ്ഗത്തിൻ്റെ ഒപ്പം അവരുടെ ഡ്രീം ഏതാണോ അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാനാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡിസിഷൻ, അവരെ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസിഷനിൽ പറയുകയാണെങ്കിൽ. രണ്ടാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്, അവർ മാരി ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട്ണർ ആരായിരിക്കണം എന്നുള്ളത്. അത് ഭയങ്കര അധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലൈഫിൽ നമ്മളെ കൂടെ ഇപ്പോൾ നമ്മളൊരു ഷർട്ട് വാങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വാങ്ങി, ഈ സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനോ പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളെന്നും ഒരു കമ്പാനിയൻ പോലെ കൊണ്ട് നടക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെയും നമ്മൾ ആ ഒരാളുടെ ഡ്രീംസും ആസ്പിറേഷൻസും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ അത്രയും സൂക്ഷ്മതയോട് കൂടി തന്നെ എടുക്കണം. നിങ്ങൾക്കത് വേണോ, മാരേജ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ പാർട്ട്ണർ ആയിരിക്കണം, ഇന്നൊരാൾ എനിക്ക് സ്യൂട്ടാവുമോ, അത് വളരെയധികം പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ആരെങ്കിലും പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാണ്, നിനക്ക് ഇത്ര കല്യാണപ്രായമായി, ഇനി അത് പറ്റില്ല, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള തോന്നലുകൊണ്ടോ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ കാരണം നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടുപോകുള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ എന്താ പറയുക, നിങ്ങളോട് കാണുമ്പോൾ എന്താ ഈ കല്യാണം ഒന്നും ആയില്ല എന്ന് ചോദിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവില്ല. ഈ പറയുന്ന വ്യക്തികളോട് തിരിച്ച് ചോദിച്ചു നോക്കേണ്ട കാര്യം ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അവരിങ്ങനെ കല്യാണത്തിന് പ്രഷർ ചെയ്യുന്ന സമയത്ത് അവരോട് തിരിച്ചു ചോദിക്കേണ്ട സംഭവം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ ഹാപ്പിയാണോ എന്ന്. അപ്പോൾ അവർ എന്ന് ചോദിക്കും. അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത്, നിങ്ങൾ കല്യാണത്തിൽ ഹാപ്പിയാണോ എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല ചോദിക്കേണ്ടത്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ ഹാപ്പിയാണോ എന്ന്. അപ്പോൾ അവർക്ക് കത്തിക്കോളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു മാരേജ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിൽ കുറേയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ പറയുന്ന രണ്ടുപേർക്കും ഫ്ലോസ് ഉണ്ട്. ഒരാളും പെർഫെക്റ്റ് അല്ലല്ലോ. അവരെ ഫ്ലോസിനെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതൊന്നും പറ്റാതെ വരുമ്പോഴാണ് ഇടയ്ക്ക് കൊളീഷൻ സംഭവിക്കുക. പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ളതാണ്, ഫീമെയിൽ സൈക്കോളജി വെച്ചിട്ട് അവരുടെ ഇപ്പോൾ ഒരു 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് വന്ന കുട്ടിയാണെങ്കിൽ 30 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആളായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ പ്രസവം കഴിഞ്ഞു, മക്കളെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് അവരെ മെൻ്റലിലും അവർക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വന്നിട്ടുണ്ടാവുക. അതുപോലെ 40, 50 ഒക്കെ ആവുന്ന സമയത്തും വളരെയധികം ചേഞ്ചസ് വരും. പ്രത്യേകിച്ച് മെയിലിൽ പറയുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കില്ല ആ ചേഞ്ച് എവിടെ ഉണ്ടാവുക, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോകണ്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നുള്ള രീതി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ച് എല്ലാ 10 വർഷം കൂടുമ്പോഴും മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൂടെ ഒരു കമ്പാനിയനും വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും നമ്മളെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ അത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന ആൾക്കാർ, രണ്ടുപേരുടെ ആസ്പിറേഷൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അത് നമ്മൾ ആ ഒരു പാർട്ട്ണർ ആരായിരിക്കണം, ഒരിക്കലും എക്സ്റ്റേണൽ പ്രഷർ കാരണം എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് ആരെയും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതാണ് ഒരുപാട് പ്രശ്നങ്ങളോട്ട് പോകുന്നത്. സാധിക്കുമെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ട പാർട്ട്ണർ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ചിലപ്പോൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനനുസരിച്ചിട്ട് എങ്ങനത്തെ ഒരാൾ വന്നാലാണ് നിങ്ങൾക്കൊരു പീസ് കിട്ടുക അല്ലെങ്കിൽ സന്തോഷം കിട്ടുക എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. രണ്ടുപേർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എടുക്കേണ്ട ഒരു സംഭവമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളത്. അത് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ, അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരം കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഒരു റിയൽ ലൈഫിലോട്ട് കടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ എന്തൊരു ഡിപ്രഷനിലോട്ട് പോകും. കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻ ആർ ഹൈ, അല്ലെങ്കിൽ അവർ പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര വലുതായിരിക്കും. പക്ഷേ കൂടുതലുള്ള ആൾ ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഭയങ്കര അധികം ഡൗൺ ആയിപ്പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ആവാം, പക്ഷെ ആലോചിക്കേണ്ടത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അവരുടെ കുറവുകളിലൂടെ അവരെ സ്നേഹിക്കുമ്പോഴല്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ കുറവുകളുണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വലിയ ആർഭാടമായിട്ടൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ പ്രശ്നങ്ങളിലോട്ട് പോകുന്നത് ആ കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ വളരെയധികം ഇപ്പോൾ എന്താ പറയുക, ലക്ഷങ്ങൾ മുടക്കി വലിയ രീതിയിലൊക്കെ ആർഭാടത്തിൽ കല്യാണം കഴിക്കുന്നതിനേക്കാളുപരി വളരെ മിനിമലായിട്ട് നമ്മളുടെ ഒരു വിവാഹത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ചുകൊണ്ട് ഓക്കെ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുന്ന ഒരു 100-200 പേര് മതി. അത്രയും ചെറിയ രീതിയിൽ നിങ്ങൾ നടത്തിയാൽ മതി. വേറെ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെയും പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയുള്ള നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളോളം അതിൻ്റെ കടം വീട്ടാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ സ്വന്തമായിട്ട് മക്കളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളിലോട്ടൊക്കെ കിടക്കുന്നൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലുള്ള ആ ഒരു മെയിൻ ഡിസിഷൻ്റെ ഉള്ളിൽ വരുന്ന സബ് ഡിസിഷൻസാണ് ഈ കാര്യങ്ങളൊക്കെ. എങ്ങനെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലായിരിക്കണം ഓരോന്ന്. പിന്നെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്കഷൻ നടക്കണം. ഇന്നത്തെ സമൂഹത്തിൽ പോസിബിൾ അല്ല ഒരു സിമ്പിളായിട്ട് പോയിട്ടൊരു ചായ കുടിക്കാൻ പോയിട്ട് നമ്മുടെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതിന് തുല്യമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് പോരുക. അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് വിലയിരുത്തുന്നത്, ഈ ഒരു വ്യക്തി എനിക്ക് സ്യൂട്ടാണോ എന്ന് പോലും അവരറിയാതെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടും ചിലപ്പോൾ കുറേ മാസങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടിട്ട് ആ കല്യാണങ്ങളൊക്കെ ചിലപ്പോൾ ക്യാൻസലായി പോകുന്നത്. പരസ്പരം പിന്നെ അറിയുമ്പോൾ നമുക്കിത് സ്യൂട്ടാവില്ല എന്ന് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ മുന്നോട്ട് ഇത് പോകുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഗോൾ, നിങ്ങൾ എവിടെയായിരിക്കും താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു 3ാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, അത് വലിയ ഡിസിഷനായിട്ടുള്ള കാര്യമായിട്ട്, അതായത് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ള വലിയ ഡിസിഷൻ്റെ ഒപ്പം തന്നെയാണ് മക്കൾ വേണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ. അത് വലിയൊരു ഡിസിഷൻ തന്നെയാണ്. കാരണം നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് രീതിയിൽ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യുന്നൊരു വലിയ ഡിസിഷനാണത്. കാരണം അത് ഒരുപാട് നിങ്ങളുടെ സാക്രിഫൈസസ്, കാരണം നമ്മളുടെ ഉപ്പയും ഉമ്മയൊക്കെ അത്രയും അധികം അവരുടെ ഒരു നല്ല ജീവിതം, കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തതാണ് നമ്മൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. അതിൽ ഒരു കോട്ടുണ്ട് പറയും, അതായത് നമ്മളെ ഉപ്പ കൊണ്ട വെയിലാണ് മക്കൾ അനുഭവിക്കുന്ന തണൽ എന്ന് പറയും. അത് വളരെയധികം കറക്റ്റാണ്. അവരത്രയും നമുക്ക് വേണ്ടി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അവർക്ക് അടിച്ചു പൊളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ